ജിഷ് അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുട്ടനല്ലൂർ ഗവൺമെൻറ് കോളേജിലെ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങും. തുടർന്ന് അവിടെ നിന്ന് കാർ മാർഗം ഏതാണ്ട് 15 കിലോമീറ്റർ യാത്ര ചെയ്ത് സ്വരാജ് റൗണ്ടിന് അടുത്തേക്ക് എത്തും. അവിടെ നിന്ന് സ്വരാജ് റൗണ്ട് ആശുപത്രി ജംഗ്ഷൻ മുതൽ നായ്ക്കനാൽ വരെയാണ് റോഡ് ഷോ ഉദ്ദേശിക്കുന്നത്. റോഡിന് ഇരുവശവും ദൃശ്യങ്ങളിൽ കാണാമെന്ന് വിചാരിക്കുന്നു. റോഡിന് ഇരുവശവും നൂറുകണക്കായ ആളുകൾ പ്രധാനമന്ത്രിയെ കാണുന്നതിനും അഭിവാദ്യം അർപ്പിക്കുന്നതിനും വേണ്ടി എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 11:30-12 മണി മുതൽ തന്നെ ആളുകളുടെ ഒഴുക്ക് തുടങ്ങിയതാണ്. നമുക്കറിയാം, കേരളത്തിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ നാന്തി കുറിക്കുന്ന ഒരു അനൗദ്യോഗിക പരിപാടി എന്ന് വേണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ പറയാം. നേരത്തെ 2 തവണ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിച്ചിട്ടുണ്ട്. നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും. ഒടുവിൽ പാർലമെന്റിൽ മത്സരിക്കുമ്പോൾ ഏതാണ്ട് 1.25 ലക്ഷം വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. പക്ഷേ മണ്ഡലത്തിൽ ഉടനീളം വീണ്ടും സുരേഷ് ഗോപി നിറഞ്ഞു നിൽക്കുന്നത് കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി തന്നെ മത്സരിക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കളമൊരുക്കുക എന്ന വലിയ ദൗത്യവുമായാണ് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത്. കേരളത്തിലെ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായി BJP നേതൃത്വം വിലയിരുത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. തൃശ്ശൂരിൽ വിജയം അനായാസമായ ഒന്നല്ല എന്നാണ് BJP തൃശ്ശൂരിനെ സംബന്ധിച്ചോളം അറിയാം. ക്രൈസ്തവ വോട്ടുകൾ അധികമുള്ള ഒരു മേഖല, വിവിധ വിഭാഗത്തിലുള്ള ക്രൈസ്തവ സഭകളുടെ ആസ്ഥാനം കൂടിയാണ് ഈ തൃശ്ശൂർ മണ്ഡലം. അതുകൊണ്ട് BJP എത്രത്തോളം ഈ രാഷ്ട്രീയമായി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് തൃശ്ശൂരിനെ സംബന്ധിച്ചോളം. പ്രധാനമന്ത്രി എത്തുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം അത് ഏത് രീതിയിൽ കാണും? BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നത് അതിൻ്റെതായ ഓരോ കീഴ്വഴക്കങ്ങളുണ്ട്. പാർട്ടി യോഗങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ പ്രഖ്യാപിക്കുന്ന അതിൻ്റെ നടപടിക്രമങ്ങളുണ്ട്. എങ്കിലും സുരേഷ് ഗോപിയെ ഔദ്യോഗികമായി അല്ലാതെ അനൗദ്യോഗികമായി ഒരു ഉയർത്തിക്കാട്ടുന്ന ഒരു പല രീതിയിലുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയമായ നീക്കങ്ങളിലേക്ക് ഉള്ള ഒരു വേദിയായി ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം മാറുമോ? ഒപ്പം ഈ സഭാ അധ്യക്ഷന്മാരുമായിട്ടുള്ള അല്ലെങ്കിൽ സമുദായ നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടോ? അതെങ്ങനെയാണ്? തീർച്ചയായും ഔദ്യോഗികമായ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നമുക്കറിയാം ഇതുപോലൊരു വലിയ പൊതുസമ്മേളനത്തിൽ വെച്ചല്ല ഒരിക്കലും നടക്കുന്നത്. അത് പാർട്ടി ദേശീയ നേതൃത്വം തീരുമാനിച്ച് പിന്നീട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അത്തരം പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അതേസമയം സുരേഷ് ഗോപി തന്നെയായിരിക്കും തൃശ്ശൂരിൽ NDA സ്ഥാനാർത്ഥിയായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് ഒന്ന് ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടിയുള്ള സന്ദർശനം എന്നുകൂടി വേണമെങ്കിൽ പറയാം. 2 ലക്ഷം വനിതകളെയാണ് ഈ നാരീശക്തി സമ്മേളനത്തിൽ BJP ഉൾക്കൊള്ളുമിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് ആളുകൾ സംസ്ഥാനത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് 8 ജില്ലകളിൽ നിന്നുള്ള BJP പ്രവർത്തകരാണ് ഈ നാരീശക്തി പരിപാടിയിലേക്ക് വിവിധ ഇടങ്ങളിൽ നിന്നായി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം പുരുഷന്മാരും മുൻപ് പ്രതീക്ഷ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ അടുപ്പിച്ച് നിർത്തുന്നതിന് ഏറെക്കാലമായി BJP ശ്രദ്ധിച്ചു വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി പല കൂടിക്കാഴ്ചകൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നടന്നിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് ക്രൈസ്തവ മത അധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തൃശ്ശൂർ അതിരൂപത അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ അന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്തുള്ള ഹോട്ടലിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. പിന്നീട് ഡൽഹിയിൽ വെച്ച് നടന്ന ചില കൂടിക്കാഴ്ചകൾ, ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി വിളിച്ച ക്രിസ്മസ് വിരുന്നിലേക്ക് കത്തോലിക്ക സഭ ബിഷപ്പുമാർ പോയതും അതേക്കുറിച്ച് മന്ത്രി സജി ചെറിയാൻ പരാമർശിച്ചതും അത് വളരെ വിവാദവുമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. മന്ത്രി വിവാദ പ്രസ്താവനകൾ പിൻവലിച്ചു എങ്കിലും അതിൻ്റെ അലയൊലികൾ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ശേഖരിക്കാനായാൽ തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥിക്ക് വിജയം അതിദൂരത്തല്ല എന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് പാർട്ടി നേതൃത്വമുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഏറെ നിർണായകമായി മാറുന്ന ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം ഉറപ്പാക്കുക എന്ന തരത്തിലുള്ള അതിന് ചേരുന്ന തരത്തിലുള്ള സംഘാടന പരിപാടി തന്നെയാണ് പൂരത്തിൻ്റെ മണ്ണിൽ BJP സംസ്ഥാന നേതൃത്വം ക്രമീകരിച്ചിരിക്കുന്നത്.